തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ രേഖ പുറത്ത്. മരിച്ച സ്മിത നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനും ഭീഷണി ഉണ്ടായിരുന്നതായാണ് പരാതി. പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം. വിവരങ്ങളുമായി ശാലിനി ചെരിയാണ്. ശാലിനി, ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചത്. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണമൊന്നുമേ ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദാംശങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. സുരേഷ്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകരയിലെ കൂട്ടപ്പനയിൽ ഒരു വീട്ടിലെ 3 പേർ, കുടുംബാംഗങ്ങളടക്കം 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ, മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. പിന്നീടാണ് സൈനൈഡ് കഴിച്ചുള്ള ആത്മഹത്യയാണ് മരണകാരണം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസും പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ തന്നെ എത്തുകയും ചെയ്തത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം അപ്പോൾ തന്നെ പോലീസ് കുടുംബാംഗങ്ങളും അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 3 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ രേഖകൾ കൂടി പുറത്തു വരുന്നത്. മരണപ്പെട്ട സ്മിത, അതായത് ഈ മണിലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിത നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് നൽകിയൊരു പരാതിയാണ് ഇപ്പോൾ രേഖയായി പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ നെയ്യാറ്റിൻകരയിലെ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും 58,000 രൂപ ലോണായി ഇവർ എടുത്തിരുന്നു. കൃത്യമായി അടച്ചു വന്നിരുന്ന ലോൺ തുക മകന്റെ പഠന ചെലവുമായി ബന്ധപ്പെട്ട് ചില മാസങ്ങളിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സ്ഥിര ജോലിക്ക് പോയിരുന്ന ഓഫീസിലടക്കം എത്തി ഈ മൈക്രോ ഫിനാൻസ് ബാങ്കിലെ ആളുകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ശാലിനി, ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള പരാതി നൽകിയിട്ടും ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ട് പോലീസിന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതല്ലേ? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ജോലി ചെയ്യുന്ന തുണിക്കടയിലെത്തി ഇത്തരത്തിൽ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്നു. സ്വാഭാവികമായും പോലീസിൽ അഭയം തേടി പരാതി സ്മിത തന്നെ നൽകുന്നു. പക്ഷെ ആ പരാതി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. പക്ഷെ കൃത്യമായ നടപടി അന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബത്തിലെ 3 അംഗ സംഘം ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ എന്നുള്ളതാണ് ബന്ധുക്കളടക്കം ഇപ്പോൾ ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ പോലീസ് ശ്രമിച്ചിരുന്നില്ല എന്നൊരു ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും പോലീസിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. ഒപ്പം തന്നെ ഈ കുടുംബം നൽകിയ പരാതി അടക്കമുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നൊരു സാഹചര്യം കൂടി എന്തായാലും ഒരു ഫിനാൻസിന്റെ, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നട്ടം തിരിയുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് നീതി തേടി പോലീസിനെ സമീപിച്ചിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യം. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മൈക്രോ ഫിനാൻസ് ഇടപാടുകളുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ആ നടപടിയിൽ മാനസികമായി ബുദ്ധിമുട്ട് നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസിനെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഈ 3 പേരുടെ മരണത്തിൽ ഉന്നയിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.